بسم الله الرحمن الرحيم. الحمد لله الذي ربطنا بأذيال علماء ديوبند المنتمين إلى دار العلوم التي وصفت بأزهر الهند، والصلاة والسلام على نبينا محمد الذي قاموا طوعا له بتحرير الهند والسند، وحفاظا على رسالته قاوموا أعداء الله بكل بسالة وإعمال للزند، وعلى آله وصحبه الذين كانوا في جميع الميادين أقوى جند. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. صدق الله العظيم. ചരിത്ര പുരുഷന്മാരായ ദൈവബന്ധു ഉലമാഇൻ്റെയും ഉമ്മുൽ മദാരിസ് മാതൃസ്ഥാപനമായ ദാറുൽ ഉലൂം ദൈവബന്ധിൻ്റെയും പാവന സ്മരണകൾ അയവിറക്കപ്പെടുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുന്ന ഏറെ ധന്യമായ ഈ സദസ്സിൽ നാം ഇരിക്കുമ്പോൾ കേവലം ഒരു പണ്ഡിത സമൂഹത്തിൻ്റെ കഥകൾ കേൾക്കുന്ന ലാഘവത്തോടെ ആയിരിക്കരുത് നാം അതിനെ സമീപിക്കേണ്ടത്. കാരണം ഉലമാ ദൈവബന്ധിൻ്റെ ചരിത്രമെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിലെ ഇന്ത്യൻ മുസൽമാൻ്റെ ചരിത്രമാണ്. കാരണം ഈ പണ്ഡിതർ ചരിത്രം രചിച്ചവരാണ്. അവർ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ജീവിച്ച് മൺമറഞ്ഞു പോയവരല്ല, ചരിത്ര ശില്പികളായിരുന്നു. ഇസ്ലാമിൻ്റെ സ്വത്വവും തനിമയുമൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വൈദേശിക ശക്തികളും അവരോട് കൂട്ടുനിന്ന ആഭ്യന്തര ശത്രുക്കളും നടത്തിയ കുൽസിത ശ്രമങ്ങളെ വളരെ വിദഗ്ധമായി നേരിട്ട ആ മഹാരഥന്മാരോട് ഇന്ത്യൻ മുസൽമാന് എന്നല്ല, ഇന്ത്യക്ക് തന്നെയുള്ള കടപ്പാട് അവാച്യമാണ്. മാത്രവുമല്ല, ഒരു ഭാഗത്ത് സച്ചരിതരായ മുൻഗാമികളുടെ അവരർഹിക്കുന്ന ആദരവും അനുകരണവും എന്നതിലപ്പുറം അമിതമായ പവിത്രത നൽകിയ ഒരു വൈകല്യം, മറുഭാഗത്ത് ആ മുൻഗാമികളുടെ സേവനങ്ങൾക്ക് പരിശ്രമങ്ങൾക്ക് അല്പം പോലും വില കൽപ്പിക്കാതെ, അതിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന ഒരു വ്യതിചലനം മറുഭാഗത്ത്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഈ നൗക ഇങ്ങോട്ടോ അങ്ങോട്ടോ ചാഞ്ഞ് മുങ്ങിപ്പോകാതെ സന്തുലിതമാക്കി പിടിച്ചു നിർത്തിയ മഹാചരിത്രത്തിൻ്റെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ ദൈവബന്ധു ഉലമാക്കൾ. മാത്രവുമല്ല, മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. പിതൃസ്മരണ എന്ന് പറയുമ്പോൾ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ സ്മരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ പിതൃസ്മരണ എന്നത് ഒരു മാനുഷിക സ്വഭാവമാണ്, ഒരു ശീലമാണ്. അതിന് ഒരു മതപരമായ ധാർമ്മികമായ തലവും കൂടെ കൈവരുമ്പോൾ ആ പിതാക്കന്മാരുടെ സൽഗുണങ്ങൾ പറഞ്ഞും കേട്ടും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ടാകുമ്പോൾ അത് ഏറെ അനുഗ്രഹീതമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാക്കന്മാരാണ് ദൈവബന്ധു പണ്ഡിതർ. ആ മഹാന്മാരുടെ പ്രയത്ന ഫലമായിട്ടാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പിറവിയെടുത്തത്. അവരുടെ ചിന്താധാരയും ഓരോ വിഷയങ്ങളെയും അവർ സമീപിച്ച അവരുടെ സമീപന രീതിയുമാണ് നമ്മൾ പിന്തുടരുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകൾ ഏറെ പ്രസക്തമാണ്, നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മാത്രവുമല്ല, സാധാരണഗതിയിൽ ഉലമാ ദൈവബന്ധിനെ കുറിച്ചുള്ള ചർച്ചകൾ അവരുടെ ആശയാദർശങ്ങളിലും വൈജ്ഞാനിക, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക സംഭാവനകളിലും ഒതുങ്ങി നിൽക്കാറാണ് പതിവ്. എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അവരുടെ ജീവിതത്തിൻ്റെ, ചരിത്രത്തിൻ്റെ ഏറെ ശോഭനമായ ഒരു വശവും കൂടിയുണ്ട്. അറിവിൽ അഗാധമായ ആഴം ഉണ്ടായിരുന്നതിനോടൊപ്പം തന്നെ ആ പാഠങ്ങൾ, ആ അറിവുകൾ പ്രായോഗിക ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ അവർ കാണിച്ച ശ്രദ്ധ, അതിൽ അവർക്കുണ്ടായിരുന്ന മികവ് നാം ഏറെ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം, ആ ജീവിതത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നമുക്ക് ഒരുപാട് പ്രചോദനമാകേണ്ടതും അനുകരണീയവുമാണ്. ആ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ മഹാന്മാരുടെ അമലി ജിന്ദഗി, അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അവർ മുറുകെ പിടിച്ചിരുന്ന ഉന്നത ഗുണങ്ങൾ, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ വലിയ പണ്ഡിതന്മാരായിരുന്നിട്ടുകൂടി, പണ്ഡിത തറവാട്ടിലെ കാരണവന്മാരായിരുന്നിട്ടുകൂടി അവർ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന വിനയവും ലാളിത്യവും എത്രത്തോളം ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉലമാ ദൈവബന്ധിലെ ഓരോ വ്യക്തികളിലും പ്രതിഫലിച്ചു നിന്ന ഒരു വലിയ സവിശേഷതയായി നമുക്കതിനെ കാണാൻ കഴിയും. ആദ്യമായി പറഞ്ഞാൽ ഹുജ്ജത്തുൽ ഇസ്ലാം മൗലാന ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി ദാറുൽ ദൈവബന്ധിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയാണ്. മാത്രവുമല്ല, ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശം മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മദ്രസകളും മറ്റു ഇസ്ലാമിക കേന്ദ്രങ്ങളും ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഇസ്ലാമികമായ മദ്രസകൾ, വിജ്ഞാനശാലകൾ സ്ഥാപിക്കുക എന്ന ആ സംരംഭത്തിന് മുന്നിൽ നിന്ന് നയിച്ച ആളാണ് മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി. 10ഓളം മദ്രസകൾ അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽ വരുന്ന ആളാണ്, സിദ്ദീഖിയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി അപാരമാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുകളെക്കുറിച്ച് വിശിഷ്യ ആബെ ഹയാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഹയാത്തുൻ നബി ഫിൽ ബർസഖ്, ബർസഖിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിമാരുടെ ജീവിതം എന്ന വിശ്വാസപരമായ ഒരു ചർച്ചയിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെക്കുറിച്ച് മൗലാന മുഹമ്മദ് യഅഖൂബ് നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 1302 വഫാത്തായ ദാറുൽ ദൈവബന്ധിൻ്റെ ആദ്യത്തെ സ്വദർ മുദരിസും ഷെയ്ഖുൽ ഹദീസും. ദാറുൽ ദൈവബന്ധിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ പ്രധാന അധ്യാപകനും ഷെയ്ഖുൽ ഹദീസും ഇതുവരെയുള്ള ചരിത്രത്തിൽ അധികവും ഒരാൾ തന്നെ ആയിരിക്കും. ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് വെവ്വേറെ ആളുകളായിട്ടുള്ളത്. ദാറുൽ ദൈവബന്ധിൻ്റെ ആദ്യത്തെ സ്വദർ മുദരിസും ഷെയ്ഖുൽ ഹദീസുമായിരുന്ന മൗലാന മുഹമ്മദ് യഅഖൂബ് നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സമകാലികനും കൂടിയാണ്. അവർ ഒരു തരത്തിൽ കൂട്ടുകാരുകൂടെയാണ്. മൗലാന അവർകൾ പറയുന്നുണ്ട്, മൗലാന ഖാസിം നാനൂത്തവിയുടെ ആബെ ഹയാത്ത് ഞാൻ 7 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, 6 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. 6 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ അല്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി, മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാമം ഏറെ സുപരിചിതമാണ്. അദ്ദേഹം പറയുകയാണ്, മൗലാന ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുകൾ എനിക്കിപ്പോഴും അപ്രാപ്യമാണ്, എനിക്കിപ്പോഴും മനസ്സിലാവാറില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വായിച്ചു നോക്കും, പിന്നെ എനിക്ക് പ്രയാസമാകും, ഒരുപാട് ചിന്തിക്കുമ്പോൾ എനിക്കത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്നെ ആശ്വസിപ്പിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ മറ്റു കിതാബുകളിൽ കിട്ടുമല്ലോ, പിന്നെ ആഴത്തിലുള്ള ചർച്ചകളും മറ്റുമാണ് എനിക്ക് നഷ്ടമാകുക, എങ്കിലും അടിസ്ഥാനം എനിക്ക് നഷ്ടപ്പെടുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമാശ്വസിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി. മൗലാന ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ നേതൃ പങ്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ മൗലാന അവർകൾ മുന്നിൽ നിന്ന് നയിക്കുകയുണ്ടായി. മൗലാനയുടെ സഹചാരികളും ശിഷ്യരുമൊക്കെ ആ സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഫലമായി ആ സമരം പരാജയപ്പെട്ടു. തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ
സജീവമായി മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന മഹാന്മാരായിരുന്നു ഇവർ. മാത്രമല്ല, മൗലാനയെക്കുറിച്ച് ഫൈലസൂഫുൽ ഇസ്ലാം എന്ന് പറയാം. ഇസ്ലാമിൻ്റെ തത്വചിന്തകൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ ആളുകൾ പരിചയപ്പെടുത്തുന്നത്, മഹാന്മാർ പരിചയപ്പെടുന്നത്. കാരണം ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് വളരെ കൃത്യമായി അദ്ദേഹം മറുപടി പറയുമായിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇൻതിസാറുൽ ഇസ്ലാം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറികൾക്കെതിരായിട്ട് അദ്ദേഹം അവരുടെ വാദങ്ങൾ പൊളിച്ചുകൊണ്ട് എഴുതിയ കിതാബാണ്. തഖ്രീർ ദിൽ ഫസീർ എന്ന് പറയുന്നത് അദ്ദേഹം ഇസ്ലാമിക തത്വചിന്തയുടെ വിഷയത്തിൽ എഴുതിയ കിതാബാണ്. ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ വളരെ മനോഹരമായി അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു സംവാദം കഴിഞ്ഞതിന് ശേഷം ആ സംവാദത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയായിരുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു, ആരുടെയെങ്കിലും പ്രസംഗം കേട്ട് ഞങ്ങൾ നന്നാകുമായിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും പ്രസംഗം കേട്ട് ഞങ്ങൾ സത്യം ഉൾക്കൊള്ളുമായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടാണ് ഉൾക്കൊള്ളേണ്ടിയിരുന്നത് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. മൗലാന അവറുകളുടെ ഈ കഴിവ്, ഇതൊക്കെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, മൗലാന അവറുകൾ കേവലം 47 അല്ലെങ്കിൽ 48 വർഷം മാത്രമാണ് ജീവിച്ചിരുന്നത്. ഈ ഒരു കാലയളവിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ മഹാനവറുകൾ ചെയ്തു കൂട്ടിയത് എന്ന് മാത്രമല്ല, അതിലേറെ നമ്മെ വിസ്മയപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ദാറുൽ ദൈവബന്ദ് സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ മൗലാനയുടെ പ്രായം കേവലം 34 വയസ്സ് മാത്രമാണ്. 34 വയസ്സ് എന്ന് മാത്രമല്ല, ദാറുൽ ദൈവബന്ദിൻ്റെ സ്ഥാപക നേതാക്കളായി അറിയപ്പെടുന്ന 7 പേര്, മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദ് ഹാജി ആബിദ് ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, മൗലാന ഫദ്ലുൽ ഹഖ് ദൈവബന്ദി, മൗലാന ഫദ്ലുർ റഹ്മാൻ ദൈവബന്ദി, മൗലാന മെഹ്താബ് അലി ദൈവബന്ദി, മൗലാന സുൽഫിഖാർ അലി ദൈവബന്ദി, മൗലാന നിഹാൽ അഹമ്മദ് ദൈവബന്ദി, ഈ 7 പേർ, ഈ 7 പേരിൽ ആകെ കൂടിയ പ്രായമുള്ളത് 45 വയസ്സാണ് മൗലാന സുൽഫിഖാർ സാഹിബിന്. ബാക്കി എല്ലാവർക്കും അതിന് താഴെയുള്ള പ്രായമേ ഉള്ളൂ. മൗലാന ആബിദ് ഹുസൈൻ, ഹാജി ആബിദ് ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് 32 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ആദ്യമായി ഈ ആശയം രൂപം കൊണ്ടത്. എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ, വഖഫുകളെ അവലംബിക്കാതെ, കാരണം അന്നേ വരെ മദ്രസകൾ മുന്നോട്ട് പോയിരുന്നത് വഖഫുകളെ ആശ്രയിച്ചിട്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ സഹായമോ വഖഫുകളെ ആശ്രയിക്കലോ കൂടാതെ സ്വതന്ത്രമായി പൊതുജനങ്ങളുടെ, പാവം ജനങ്ങളുടെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് അവർ മിച്ചം വെക്കുന്ന തുച്ഛമായ തുക ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മദ്രസകൾ ഉണ്ടായിരിക്കണമെന്ന ആശയം 32 വയസ്സുകാരനായ സയ്യിദ് ഹാജി ആബിദ് ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് മുന്നോട്ട് വെച്ചത്. പറഞ്ഞു വന്നത് മൗലാന ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹിയെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ ആഴവും ബുദ്ധിശക്തിയും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇത്രയൊക്കെയുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് എത്രത്തോളം വിനയമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹത്തെക്കുറിച്ച് മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അല്പമെങ്കിലും അഹങ്കാരമുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളുടെ ചെരുപ്പെടുക്കാൻ ആ വിദ്യാർത്ഥിയെ നിർബന്ധിക്കുമായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി വിനയാന്യതനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞാൽ അദ്ദേഹം ആ വിദ്യാർത്ഥിയുടെ ചെരുപ്പെടുത്ത് കൊടുക്കുമായിരുന്നു എന്ന് മൗലാന ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയുന്നത്. വളരെ ലളിതമായ ജീവിതം നയിച്ച ആളാണ്. ആരാലും അറിയപ്പെടാതെ, പ്രശസ്തി ആഗ്രഹിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വേഷവിധാനവും ജീവിത ശൈലികളൊക്കെ ഏറെ ലളിതമായിരുന്നു. ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം ഇമാമത്ത് നിൽക്കാൻ തയ്യാറാകുമായിരുന്നില്ല. ഒരു പ്രാവശ്യം ഇമാമത്ത് നിൽക്കാൻ അദ്ദേഹത്തെ ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ നിർബന്ധിക്കുകയും ഇമാമത്തിന് നിന്ന് യാദൃശ്ചികമായി തെറ്റ് സംഭവിക്കുകയും ഓതുന്നതിൽ തെറ്റ് വരികയും പിന്നീട് നിസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമീണരായ ആളുകൾ അദ്ദേഹത്തെ അറിയാതെ, അദ്ദേഹം ഖാസിം നാനൂത്തവിയാണെന്ന് അവർക്കറിയില്ല, എന്നാൽ ഖാസിം നാനൂത്തവിയെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട് താനും. ഇങ്ങനൊരു മനുഷ്യരായിരിക്കും അദ്ദേഹമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അവരദ്ദേഹത്തെ ചീത്ത വിളിക്കുകയും പള്ളിയിൽ നിന്ന് ഇറക്കി വിടുകയും അങ്ങനെ പുറത്തുനിന്ന് വന്ന ഒരാൾ ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ തിരുത്തുകയും ചെയ്ത ഒരു സംഭവം മൗലാന അൻസർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലിയുടെ ഒരു ബയാനിലൂടെ രസകരമായി നമുക്ക് കേൾക്കാൻ കഴിയും. അദ്ദേഹം ഫത്വ എഴുതാറില്ലായിരുന്നു, നിർബന്ധിച്ചാൽ തന്നെ ഫത്വ എഴുതിയിട്ട് ഒപ്പിടാറില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹാജി ഇംദാദുള്ള മുഹാജിർ മക്കി, സയ്യിദു ത്വായിഫ എന്നറിയപ്പെടുന്ന, ഹിജ്റ 1317 വഫാത്തായ മഹാനാണ്.
ഹാജി ഇംദാദുള്ള മുഹാജിർ മക്കി. സയ്യിദു തായിഫ എന്ന അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഈ മഹാന്മാരുടെയൊക്കെ മുറബ്ബിയാണ് അദ്ദേഹം. ദൈവബന്ധിൻ്റെ സ്ഥാപക നേതാക്കളായ മൗലാന ഖാസിം നാനുത്തവി, മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി, അതുപോലെ തന്നെ ദൈവബന്ധിൻ്റെ പുത്രനായ മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാരുടെ മുറബ്ബിയാണ് അദ്ദേഹം, ഹാജി ഇംദാദുള്ള മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ വിനയം എത്രത്തോളമായിരുന്നു എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അങ്ങ് ദുആ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഓഹോ, അങ്ങ് വലിയ നിശ്ചയദാർഢ്യമുള്ള മനക്കരുത്തുള്ള ആളാണല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ആ കുബ്ബയെങ്കിലും കാണാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിനുപോലും ഞാൻ യോഗ്യനല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി, മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹപാഠിയാണ്. ദാറുലുമിൻ്റെ അല്ലെങ്കിൽ ദൈവബന്ധ്യ ഉലമാക്കളിൽ വളരെ അഗ്രഗണ്യനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ മനാഖിബ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചതിന് ശേഷം 1 വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കുകയുണ്ടായി. നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ടായിരുന്ന അബൂ ഹനീഫെ അസ്ർ എന്നാണ്. അബൂ ഹനീഫെ അസ്ർ. അല്ലാമ അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, പണ്ഡിത ലോകത്തെ വിസ്മയമാണ്. കേവലം ഉലമാ ദൈവബന്ധിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല, ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ തന്നെ ഒരു അത്ഭുതമാണ് അദ്ദേഹം. അല്ലാമ ഷാമി ഹനഫി മദ്ഹബിലെ പ്രധാന പണ്ഡിതനായ ഇബ്നു ആബിദീൻ ഷാമി റഹ്മത്തുള്ളാഹി അലിയെ കുറിച്ച് പോലും ഫഖീഹുൻ നഫ്സ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്നാൽ മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹിയെ കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നു, ഫഖീഹുൻ നഫ്സ് എന്ന്. അതുപോലെ തന്നെ അദ്ദേഹം പറയും, മാ അഅലമു അന്ന അഹദൻ അഅലം ബിൽ മദാഹിബിൽ അർബഅ മിൻഹു. ആരെങ്കിലും ഈ റഷീദ് അഹമ്മദ് ഗംഗോഹിയേക്കാൾ 4 മദ്ഹബുകളെ കുറിച്ച് അറിവുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രത്തോളം കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹദീസിലുള്ള പാണ്ഡിത്യവും അപാരമാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ പാഠങ്ങൾ മൗലാന മുഹമ്മദ് യഹ്യ കാന്തലവി റഹ്മത്തുള്ളാഹി അലൈഹി, മൗലാന ഷെയ്ഖുൽ ഹദീസ് സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവ് മൗലാന മുഹമ്മദ് യഹ്യ കാന്തലവി റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ചിട്ടുണ്ട്. ബുഖാരിയുടേത്, അതുപോലെ മുസ്ലിമിൻ്റെത്, തിർമിദിയുടേത്, നസായിയുടേതൊക്കെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. മൗലാന അവറുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിഴലായി നിന്ന വ്യക്തിയാണ്. ഷാംലിയിൽ നടന്ന 1857 നടന്ന ആ 1ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന സമരത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനും ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ജയിലിൽ വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു ചര്യയെ സജീവമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ദഅവത്ത് കൊടുക്കുകയും ധാരാളം ആളുകൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. മഹാനവറുകൾക്ക് കേവലം 40 ദിവസം കൊണ്ടാണ് ഹാജി ഇംദാദുള്ള മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഖിലാഫത്ത് കിട്ടിയത്. ത്വരീഖത്തിൻ്റെ തസവൂഫിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം ഖിലാഫത്ത് കിട്ടുന്നതിന് എത്ര വർഷങ്ങൾ എടുക്കുമെന്ന്. മൗലാന അവറുകൾക്ക് കേവലം 40 ദിവസം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഇത്രത്തോളം പാണ്ഡിത്യമുള്ള കഴിവുള്ള മൗലാന അവറുകൾ, അതുപോലെ അള്ളാഹുമായി അവേദ്യമായ ബന്ധം നിലനിർത്തിയിരുന്ന ആ മഹാനവറുകൾ, അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ ഒരൊറ്റ സംഭവം മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ് പറയുന്നത്. ഒരു പ്രാവശ്യം മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മഴ പെയ്തു. കുട്ടികളൊക്കെ കിതാബും അതുപോലെ തന്നെ ചെരുപ്പൊക്കെ അവിടെ ഇട്ടിട്ട് അകത്തേക്ക് കയറിപ്പോയി. മൗലാന പെട്ടെന്ന് അകത്തേക്ക് പോകാതെ ആ കുട്ടികളുടെ ചെരുപ്പുകളൊക്കെ കളക്ട് ചെയ്ത് അതിനുശേഷമാണ് മൗലാന അകത്തേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ദാറുലും ദൈവബന്ധിൻ്റെ അഭിമാന പുത്രനാണ് ഷെയ്ഖുൽ ഹിന്ദ് ഹസ്രത്ത് മൗലാന മഹ്മൂദ് ഹസൻ ദൈവബന്ധി റഹ്മത്തുള്ളാഹി അലൈഹി. ഷെയ്ഖുൽ ഹിന്ദ് ദാറുലും ദൈവബന്ധിലെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ്. നമുക്കറിയാം ദാറുലും ദൈവബന്ധിൻ്റെ ആദ്യത്തെ ഉസ്താദും വിദ്യാർത്ഥിയും മഹ്മൂദ് എന്നു പേരുള്ള ദൈവബന്ധുകാരായിരുന്നു. ഒന്ന് മുല്ല മഹ്മൂദ് ദൈവബന്ധി, 2 ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ ദൈവബന്ധി റഹ്മത്തുള്ളാഹി അലൈഹി. ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മഹാനായിരുന്നു. തഹരീക്ക് രേഷ്മി റൂമാൽ എന്ന് പറഞ്ഞ്
ഈ ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന് പുറത്തുള്ള നേതാക്കന്മാരുടെയും അധികാരികളുടെയും ഒക്കെ പിന്തുണ കൈവരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് ആളുകളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. അതിനുവേണ്ടി വ്യക്തിപരമായി തന്നെ ഹിജാസിലേക്ക് പോവുകയും തുർക്കി ഗവൺമെൻറ്റിൻ്റെ, തുർക്കി ഖിലാഫത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും അങ്ങനെ അവിടെ വെച്ച് പല രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് വളരെ രഹസ്യമായി പട്ടിൻ്റെ റൂമാലിൽ പൊതിഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് അദ്ദേഹം അയക്കുകയുണ്ടായി. അതുകൊണ്ടാണ് തഹ്രീക്ക് രേഷ്മി റൂമാൽ എന്ന് പറയുന്നത്. പക്ഷേ അതീവ രഹസ്യമായി ചെയ്ത ഈ സംഭവം പുറത്തറിയുകയായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി അന്ന് മക്കയിലുണ്ടായിരുന്ന ഗവർണർ ഷെരീഫ് ഹുസൈനോട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുകയും അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അരുമ ശിഷ്യനായ മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹിയെയും രണ്ടുപേരെയും മാൾട്ട, അവരുടെ കൂടെ വേറെയും 2-3 പേരുണ്ട്, അവരെല്ലാവരും കൂടെ മാൾട്ട ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ കാഴ്ചയിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ തടവിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് മാൾട്ട. അവിടെയുള്ള ജയിലിൽ 3 വർഷത്തോളം അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ശിഷ്യസമ്പത്തിൽ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടം അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച, എല്ലാ മേഖലകളിലെയും ഇമാമുമാരായ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. തഫ്സീറിൻ്റെ വിഷയത്തിലാണെങ്കിൽ മൗലാന ഷബ്ബീർ അഹമ്മദ് ഉസ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജ്റ 1369 അദ്ദേഹത്തിൻ്റെ വഫാത്ത്. അതുപോലെ തന്നെ ഹദീസിൻ്റെ വിഷയത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലാമ അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി 1352 അദ്ദേഹത്തിൻ്റെ വഫാത്ത്. അതുപോലെ തന്നെ ജിഹാദിൻ്റെ വിഷയത്തിലാണെങ്കിൽ മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി 1377 അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ഇങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലും, തസൂഫിൻ്റെ മേഖലയിൽ മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മികവ് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അപൂർവമായ നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ തർജമ മൗലാന ഷബ്ബീർ അഹമ്മദ് ഉസ്മാനി റഹ്മത്തുള്ളാഹി അലിയും കൂടെ ചേർന്ന് അദ്ദേഹം കൂടെ പൂർത്തിയാക്കിയ ആ തർജമ ഏറെ പ്രസിദ്ധമായ ഒരുപാട് ഫവായിദുകളുള്ള ഒരു തർജമയാണ്. അദ്ദേഹത്തെക്കുറിച്ച് മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി പറയാണ്, ഒരു പ്രാവശ്യം മുറാദാബാദിലേക്ക് പോയി. ആളുകൾ അദ്ദേഹത്തോട് പ്രസംഗിക്കാൻ നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു. യാദൃശ്ചികമായി പ്രസംഗത്തിനിടയിൽ ഫഖീഹുൻ വാഹിദുൻ അഷദ്ദു അല ശൈത്വാനി മിൻ അൽഫി ആബിദ് എന്ന ഹദീസ് വന്നു. അദ്ദേഹം അതിന് അഷദ് എന്നതിന് അസ്ഖൽ എന്ന് പറഞ്ഞാൽ ഒരു ഫഖീഹാണ്, ദീനിൽ അവഗാഹമുള്ള വ്യക്തിയാണ്, 1000 ആബിദിനേക്കാൾ പിശാചിന് പ്രയാസമുള്ളത് എന്ന അർത്ഥം പറഞ്ഞു. അസ്ഖൽ എന്ന അർത്ഥം പറഞ്ഞു. ഉടൻ തന്നെ സദസ്സിൽ നിന്നൊരു പണ്ഡിതൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരെയാണ് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? ഒരു ഹദീസിൻ്റെ അർത്ഥം പോലും മര്യാദയ്ക്ക് വെക്കാൻ അറിയാത്ത ഒരാളെയാണല്ലോ. ഇത് കേട്ടതും ഷെയ്ഖുൽ ഹിന്ദ് മറുത്തൊന്നും പറയാതെ അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞു. യഥാർത്ഥത്തിൽ താൻ പറഞ്ഞ അർത്ഥം കൃത്യമാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. മാത്രവുമല്ല, വളരെ പ്രകോപനപരമായിട്ടാണ് പ്രതിപക്ഷത്തുള്ള ആൾ സംസാരിച്ചത്. എന്നിട്ട് പോലും മൗലാന അവറുകൾ വളരെ ക്ഷമയോടെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതാണ് എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നുള്ളത്. ഇപ്പം അതിനുള്ള തെളിവും കൂടെ നിങ്ങൾ തന്നെ ഹാജരാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാനിനി പ്രസംഗിക്കൂല എന്ന് പറഞ്ഞു. എന്തായാലും അവിടെ അവസാനിച്ചു. ശേഷം മൗലാന അവറുകൾ ഒരു ഇസ്തിഫാദ എന്ന നിലയിൽ ഇനി ഈ തെറ്റ് ആവർത്തിക്കരുതല്ലോ എന്ന ഒരു ചിന്തയിൽ ആ ആലിമിനോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ അഷദ് എന്നതിന് അസ്ഖൽ എന്ന അർത്ഥം ശരിയല്ല, പിന്നെ എന്താണ് ഉചിതമായത്? അദ്ദേഹം പറഞ്ഞു, അലർ എന്നുള്ള അർത്ഥമാണ് പറയേണ്ടത്. അലർ എന്ന് പറഞ്ഞാൽ ശൈത്താനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദോഷം ചെയ്യുന്നത് ഫഖീഹും വാഹിദാണ്. അദ്ദേഹം ഉടനെ തന്നെ, കൂടുതലൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ പറഞ്ഞു, പക്ഷെ വേറൊരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടില്ലേ, യഅ്തീനി മിസ്ലു സൽസലത്തിൽ ജറസി വഹുവ അഷദ്ദു അലയ്യ. വേറൊരു ഹദീസിൽ വഹീനെ കുറിച്ച് പറഞ്ഞപ്പോൾ വഹി എനിക്ക് അഷദ്ദു, അഥവാ ഈ സൽസലത്തുൽ ജറസിൻ്റെ ശബ്ദത്തിൽ വരുന്ന ആ തരത്തിലുള്ള വഹി എനിക്ക് കൂടുതൽ പ്രയാസമാണ്. അവിടെയും അലർ എന്നാണ് വെക്കാൻ പറ്റുക? അവിടെ അങ്ങനെ വെക്കാൻ പറ്റൂലല്ലോ, അഷദ് എന്നല്ലേ വെക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുകയും ആ ആലിമിന് ഉത്തരം മുട്ടുകയും ചെയ്തു. എങ്കിൽ പോലും അദ്ദേഹം ആ സന്ദർഭത്തിൽ ഒന്നും പറയാതെ തൻ്റെ പ്രസംഗം നിർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ഗുണമായിട്ട് നമ്മൾ കാണേണ്ടത്. മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപൂരി റഹ്മത്തുള്ളാഹി അലൈഹി ദാറുൽ ദൈവബന്ദിൻ്റെ പ്രധാന ഒരു സന്തതിയാണ്. നമുക്കറിയാം, ദഅവത്തിൻ്റെ ബാനി മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ മൗലാന ഷെയ്ഖുൽ ഹദീസ് സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഷെയ്ഖുൽ ഹദീസ് മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപൂരി റഹ്മത്തുള്ളാഹി അലൈഹി.
അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. ചിലത് മാത്രം പറയാം. ഒരു പ്രാവശ്യം അദ്ദേഹം സഹാറൻപൂരിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെയാണ് അധ്യാപനം നടത്തിയിരുന്നത്. ഒരിക്കൽ സഹാറൻപൂരിൽ മലാഹിറുൽ ഉലൂമിൽ ഒരു പരിപാടി നടന്നു. ധാരാളം പണ്ഡിതന്മാർ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പന്നൻ, ഒരു ധർമ്മിഷ്ഠൻ അവരെ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ സൽക്കാരത്തിന് വരണം. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് വീട്ടിൽ പോകേണ്ടതുണ്ട്, തിരിച്ചെത്തുമെന്ന് അറിയില്ല, എന്തായാലും ഞാൻ വരാം എന്ന് പറഞ്ഞു, വാക്ക് കൊടുത്തു. അങ്ങനെ അദ്ദേഹം പോയി. പിറ്റേന്ന് അതിരാവിലെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഉച്ചയ്ക്കുള്ള ഈ സൽക്കാരത്തിന് പങ്കെടുക്കണമെങ്കിൽ അദ്ദേഹം നേരത്തെ ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ശക്തമായ മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ്. പക്ഷേ അദ്ദേഹം കൂടെയുള്ള ഖാദിമിനോട് പറഞ്ഞു, നമ്മൾ ആ വ്യക്തിക്ക് വാക്ക് കൊടുത്തതല്ലേ, എന്തായാലും പോകണം. അങ്ങനെ ഇറങ്ങി, ട്രെയിൻ കയറി സഹാറൻപൂരിൽ വന്നിറങ്ങി. അങ്ങനെ അദ്ദേഹം മദ്രസയിലേക്ക് പോകുന്ന വഴിയിൽ യാദൃശ്ചികമായി ആ വ്യക്തിയെ കണ്ടുമുട്ടി, ആതിഥേയനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് പറഞ്ഞു, റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സംഭവം വിവരിക്കുന്നത് മൗലാന ഷെയ്ഖുൽ ഹദീസ് സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്, ആബിദിയിൽ. അപ്പോൾ മൗലാന അവറുകൾ ഇവിടെ പ്രത്യേകം പറയുകയാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന റിക്ഷ നിർത്തിയിട്ടാണോ അതല്ല സ്ലോ ആക്കിയിട്ടാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞു പോയാൽ മതിയായിരുന്നു. നിർത്തിയിട്ടെന്നോ അല്ലെങ്കിൽ സ്ലോ ആക്കിയിട്ടെന്നോ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കളവാകുമോ എന്നുള്ളൊരു പേടി അദ്ദേഹം കാണിക്കുന്ന സൂക്ഷ്മതയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയാണ്, ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് ആതിഥേയനോട് പറഞ്ഞു. ആതിഥേയൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിങ്ങളിപ്പോൾ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചൊന്നും വരലുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. മൗലാന അവറുകൾ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, ഇനി നാളെ രാവിലെ ആക്കാമെന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവമാണ് ഷെയ്ഖുൽ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ മൗലാന അഷ്റഫ് അലി ഥാനവി എന്നാൽ പറയുകയാണ്, എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. ഞാൻ തീരുമാനിച്ചു ഇനി നാളത്തെ സൽക്കാരത്തിൽ ഞാൻ എന്തായാലും പങ്കെടുക്കുകയില്ലെന്ന്. പക്ഷേ ഞാൻ കാരണമായി പറഞ്ഞത്, എനിക്ക് അത്ര നേരത്തെ രാവിലെ ഭക്ഷണം കഴിക്കുന്ന ശീലം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ആ സൽക്കാരത്തിന് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപൂരി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാതിരുന്നാൽ മതി, നിങ്ങൾ എന്തായാലും ആ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിപാടിക്ക് പോവുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത സംഭവം മൗലാന അവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അവരുടെ വിനയമാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു വ്യക്തിയുമായി മുനാലറ നടത്തി. മുനാലറയിൽ മൗലാന അവറുകൾ വിഷയാവതരണം നടത്തി തീരുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തുള്ള ആൾ ഇടപെട്ടു. മൗലാന പറഞ്ഞു, എനിക്കെൻ്റെ അവസരം പൂർത്തിയായി നൽകണം, എൻ്റെ സംസാരം മുഴുമിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കണം. അദ്ദേഹം അപ്പം മിണ്ടാതിരുന്നു. വീണ്ടും സംസാരിച്ച് കുറച്ചായപ്പോഴേക്ക് വീണ്ടും അദ്ദേഹം ഇടപെട്ടു. ഈ സന്ദർഭത്തിൽ മാനസികമായി ഉണ്ടാകുന്ന ഒരു ദേഷ്യം, അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ അല്പം കനത്തു. മുനാലറ കഴിഞ്ഞതിന് ശേഷം മൗലാന അവറുകൾ ആ വ്യക്തി അങ്ങോട്ട് പോയി കണ്ടിട്ട് പറഞ്ഞു, മാപ്പാക്കണം, എനിക്ക് ആ സമയത്ത് എൻ്റെ നഫ്സിൻ്റെ ഇച്ഛയുടെ പേരിൽ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ്, എൻ്റെ ശബ്ദം കടുത്തുപോയി, മാപ്പാക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ആ വ്യക്തി ഒന്നും തിരിച്ചു പറഞ്ഞില്ല, ഒന്നും പ്രതികരിച്ചില്ല. ഇതാണ് ഈ മഹാന്മാരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കേട്ട നാമം ഷെയ്ഖുൽ അദബ് മൗലാന ഇഅ്സാസ് അലി അമ്രുഹവി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജ്റ 1374 വഫാത്തായ മഹാനാണ്. മൗലാന അവറുകൾ ഷെയ്ഖുൽ അദബ് എന്നറിയപ്പെട്ട ആളാണ്. മാത്രമല്ല ദാലും ദൈവന്തിലെ മുഫ്തിയുമായിരുന്നു. മൗലാന അവറുകൾ കുട്ടികളൊക്കെ മൗലാനയെ വല്ലാതെ പേടിക്കുമായിരുന്നു. അത്രത്തോളം റുഅബുള്ള മഹാബത്തുള്ള വ്യക്തിയായിരുന്നു. ഒരു പ്രാവശ്യം യാത്രയിൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൂട്ടി. ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ഒരു അമീറിനെ വേണം. അവർ പറഞ്ഞു, കൂടുതലൊന്നും ആലോചിക്കാനില്ല, അങ്ങ് തന്നെയാണ് അമീർ. മൗലാന പറഞ്ഞു, എങ്കിൽ പിന്നെ അമീറിനെ പൂർണ്ണമായിട്ട് അനുസരിക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്നും റെഡിയാണ്. മൗലാന പറഞ്ഞു. അങ്ങനെ അവർ യാത്ര തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ സാധനങ്ങളൊക്കെ, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്, അവരുടെ സാധനങ്ങളും മൗലാന പിടിക്കാൻ തുടങ്ങി. അവർ പല രീതിയിൽ പറഞ്ഞു നോക്കി. മൗലാന പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അമീറിനെ അനുസരിക്കണം, അതുകൊണ്ട് ഈ സാധനങ്ങൾ ഞാൻ തന്നെ പിടിക്കും എന്ന് മൗലാന പറയുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവരുടെ ഇഖ്ലാസിൻ്റെയും അനവധി സംഭവങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ഷെയ്ഖുൽ ഹിന്ദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കാൺപൂരിലെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ വാർഷിക പരിപാടിയിലേക്ക് ക്ഷണിച്ചു. ക്ഷണിക്കുന്ന സമയത്ത് മൗലാന അവർക്ക് ഒരു ഉദ്ദേശം, ആ കാൺപൂരിലുണ്ടായിരുന്ന
ബറൈലവി ഉലമാക്കളിൽ മഅഖൂലാത്തിൻ്റെ ഗലബയുണ്ടായിരുന്നു. അവർ കൂടുതലായിട്ട് മഅഖൂലാത്തിൽ സമയം ചെലവഴിക്കുന്നവരും അതിൽ കൂടുതൽ മികവ് പുലർത്തുന്നവരുമായിരുന്നു. അപ്പം ഷെയ്ഖുൽ ഹിന്ദ് വന്നിട്ട് മഅഖൂലാത്തുമായി ബന്ധപ്പെട്ട അഖലിയായ ഫന്നുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തണം എന്നൊരു ഉദ്ദേശവും അതിലൂടെ ഉലമാ ദൈബന്ധ ആരാണ്, അവർ കേവലം ഹദീസ് ഖുർആൻ പോലെയുള്ള വിഷയങ്ങളിൽ മാത്രമല്ല അഖലിയായ വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ളവരാണ് എന്ന് ബോധ്യപ്പെടണം എന്ന അടിസ്ഥാനത്തിൽ ആ ഒരു ലക്ഷ്യത്തിലും കൂടിയാണ് മൗലാന അവറുകൾ ക്ഷണിച്ചത്. മൗലാന വന്നു, പ്രസംഗം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഈ മൗലാന അഷ്റഫ് അലി താനി റഹ്മാനി കേൾക്കണമെന്ന് ആഗ്രഹിച്ച ഉലമാക്കൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കയറി വന്നു. യാദൃശികമായി മൗലാന ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അഖലിയായ ഒരു വിഷയമായിരുന്നു, ഒരു ചർച്ചയായിരുന്നു. അവർ വന്നതും മൗലാന പ്രസംഗം ചുരുക്കി ഇരുന്ന് കളഞ്ഞു. മൗലാനയോട് ഖാജ അസീസ് അൽ ഹസൻ മജ്ദൂബ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, നിങ്ങളെന്താണ് ചെയ്തത്? അത് യഥാർത്ഥത്തിൽ പറയേണ്ട സമയമായിരുന്നില്ല. അവർ വന്ന് അവരെയാണ് കേൾപ്പിക്കേണ്ടിയിരുന്നത്. മൗലാന പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അവർ വന്നപ്പോൾ പിന്നെ അവരെ കേൾപ്പിക്കണമെന്നുള്ള ഒരു ലക്ഷ്യമായി പോവും, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കി ഇരുന്നതാണ് എന്ന് മൗലാന അവർ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹസ്രത്ത് ഥാനവിയുടെ സംഭവം, അദ്ദേഹം ഫാരിഗാകുന്ന വർഷമാണ്. ആ വർഷം ദൈവബന്ദിൽ ജൽസെ ദസ്താർബന്ദി സന്നദ്ധാന സമ്മേളനം നടത്താൻ തീരുമാനമെടുത്തു. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ സഹപാഠികളെ കൂട്ടി പ്രിൻസിപ്പലിനെ പോയി കണ്ടു. മൗലാന മുഹമ്മദ് യാക്കൂബ് നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി സദർ മുദരിസ് അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു സന്നദ്ധാന സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു. പക്ഷെ ഞങ്ങൾ തീർത്തും അതിന് യോഗ്യരല്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് സനത് നൽകുന്നത് ദാറുലൂമിന് നാണക്കേടാണ്. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പോയി പറഞ്ഞ സംഭവവും നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇൽമിനോട്, ഇൽമിൻ്റെ ഉപകരണങ്ങളോട്, അതിൻ്റെ ആലത്തുകളോട് അവർ കാണിച്ച അദബും മര്യാദയും എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം. അല്ലാമ അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എല്ലാ ഫന്നിലും അഗാധമായ കഴിവുണ്ടായിരുന്ന മഹാനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ കഴിവ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലല്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഫൈലുൽ ബാരിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാ ഫന്നിലും എൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ആരുടെയും മുഖല്ലിദല്ല ഒരു ഫന്നിലും. ഞാൻ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നോക്കും, എനിക്ക് ഉചിതമായി തോന്നുന്നതെടുക്കും, അല്ലാത്തത് ഒഴിവാക്കും. മാത്രമല്ല എനിക്ക് എൻ്റേതായ ഒരുപാട് അഭിപ്രായങ്ങൾ ഓരോ ഫന്നിലുമുണ്ട്. എന്നാൽ ഫിഖ്ഹിൽ മാത്രം ഞാൻ മുഖല്ലിദാണ്. ഫിഖ്ഹിൽ മറ്റുള്ളവരെ മുൻഗാമികൾ അനുകരിക്കലല്ലാതെ എനിക്ക് വേറെ നിർവാഹമില്ല എന്ന് മൗലാന പറയുന്നുണ്ട്. മൗലാനയെക്കുറിച്ച് താനവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൗലാന അവറുകൾ അഥവാ ഒരു വ്യക്തി, ഒരു അമുസ്ലിമായ ഒരു വ്യക്തി പറഞ്ഞു, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ മുസ്ലിമീങ്ങളാണ് എന്നുള്ളത് ഇസ്ലാമ് സത്യമാണ് എന്നതിൻ്റെ തെളിവാണ്. ഇമാം ഗസാലി ഇസ്ലാം സ്വീകരിച്ചു, അദ്ദേഹം മുസ്ലിമായിരുന്നു എന്നത് ഇസ്ലാമിൻ്റെ ഹക്കാനിയത്തിൻ്റെ തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ഒരു മുസ്ലിമാണ് എന്നത് ഇസ്ലാം സത്യമാണ് എന്നതിൻ്റെ തെളിവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഭാവൽപൂർ മുഖദ്ദിമ എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടായിരുന്നു. അഥവാ ഖാദിയാനിയത്തിനെതിരെ ശക്തമായി പോരാടിയ മഹാനാണ്. സ്വന്തമായി അതിന് മുന്നിട്ടിറങ്ങുകയും തൻ്റെ സഹചാരികളെയും അതുപോലെ ശിഷ്യരെയും ഒക്കെ വല്ലാതെ പ്രേരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൗലാന ഷഫി ഉസ്മാനി, മൗലാന ഇദ്രീസ് കാന്തലവി, മൗലാന യൂസുഫ് ബിന്നൂരി റഹ്മത്തുള്ളാഹി അലൈഹിം അവരൊക്കെ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മൗലാന അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ്. മൗലാനയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവരൊക്കെ ആ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ വലിയ ചിന്ത ഉണ്ടായിരുന്ന മഹാനാണ് മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഒരു വ്യക്തി ഖാദിയാനിയായി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ഖാദിയാനി കാഫിറായതുകൊണ്ട് എൻ്റെ നിക്കാഹ് ഫസ്ഖായി പോയി എന്ന് പറയുകയും അങ്ങനെ കോടതിയിൽ കേസ് വരികയും ചെയ്തു. മൗലാന അവറുകൾ കോടതിയിൽ വന്ന് ഖാദിയാനി കാഫിറാണ് എന്നതിനുള്ള തെളിവുകൾ നിരത്തി. അങ്ങനെ അതിൻ്റെ ഇടയിൽ അപ്പുറത്തുണ്ടായിരുന്ന ഒരാൾ ഫവാത്തിഹുർ റഹ്മൂത്ത് എന്ന് പറയുന്ന സുല്ലമു സുബൂത്ത് എന്ന ഹനഫി ഉസൂൽ ഫിഖ്ഹിലെ കിതാബിൻ്റെ ഷറഹുണ്ട്, ഫവാത്തിഹുർ റഹ്മൂത്ത്, മൗലാന മുഹിബുല്ല. അദ്ദേഹത്തിൻ്റെ ആ ഷറഹിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തവാത്തുർ മാനവി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് തവാത്തുർ മാനവിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ കാഫിറാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു കാര്യം സ്ഥാപിച്ചത്. അപ്പോൾ ഈ ഫവാത്തിഹുർ റഹ്മത്തിൽ മൗലാന മുഹിബുല്ല ഇമാം റാസിയുടെ വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്.
തവാത്തുർ മാനവി എന്ന് പറയുന്നൊരു സംഭവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇമാം റാസിയെയും നിങ്ങൾക്ക് കാഫിറാക്കേണ്ടി വരുമെന്ന് മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മാന്റെ കൂടെ ഉണ്ടായിരുന്ന ഉലമാക്കളൊക്കെ അമ്പരന്നു. എന്തു ചെയ്യും, ഇതിനെങ്ങനെ പരിഹാരം കണ്ടെത്തും? കാരണം ഫവാത്തിഹുർ റഹ്മൂത്ത് എന്ന് പറയുന്ന കിതാബ് മുമ്പിലില്ല. ഉടൻ തന്നെ മൗലാന അവർ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഞാൻ 32 വർഷം മുമ്പ് ആ കിതാബ് വായിച്ചിട്ടുണ്ട്. ആ കിതാബിലുള്ളത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തവാത്തുർ മാനവിയെ നിഷേധിക്കുന്നു എന്നല്ല, മറിച്ച് ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല എന്ന് പറയുന്ന ഹദീസ് മുത്തവാത്തിർ മാനവി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മുത്തവാത്തിർ മാനവിയായ ഹദീസുകൾ ഉണ്ടാവുകയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപാട് സംഭവങ്ങൾ മൗലാന അവர்களுടേത് പറയാൻ കഴിയും. ഒരു പ്രാവശ്യം ഖാരി ത്വയ്യിബ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ദാറുൽ ദൈവത്തിൻ്റെ ദീർഘകാലം മുഹത്തമിമായിരുന്നു. 55 വർഷം അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു. ഇത്രയും ദീർഘമായ കാലം ദാറുൽ ദൈവത്തിനെ നയിച്ച വേറൊരു പണ്ഡിതനില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖാരി ത്വയ്യിബ് സാഹിബ് അദ്ദേഹം ഒരു വിഷയം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബുൽ ഹസൻ കദ്ദാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറച്ച് വിശദീകരണങ്ങൾ ആവശ്യമായി വന്നു. കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അദ്ദേഹം മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വന്നു. മൗലാന അവറുകൾ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലാണ്. 2 ആഴ്ച കഴിഞ്ഞ് മൗലാന അവറുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങേയറ്റം ദുർബലനായ ഒരു അവസ്ഥയിലാണ്. മൗലാനത്ത് വന്നു വിഷയങ്ങൾ പറഞ്ഞു. മൗലാന കിതാബുകൾ പറഞ്ഞു കൊടുത്തു. അദബിൻ്റെയും താരീഖിൻ്റെയൊക്കെ കുറേ കിതാബുകൾ പറഞ്ഞു കൊടുത്തു. ആ കിതാബുകൾ കൊണ്ടുവന്നു. ഖാരി ത്വയ്യിബ് സാഹിബ് പറഞ്ഞു, എനിക്ക് അത്രയൊന്നും സമയമില്ല, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഹവാല വെച്ച് ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മൗലാന അബുൽ ഹസൻ കദ്ദാബിൻ്റെ ജനന വർഷം മുതൽ ഓരോ വർഷങ്ങളുടെ ക്രമത്തിൽ അയാളുടെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം വഫാത്തായ കാര്യവും പറഞ്ഞിട്ട് പറഞ്ഞു, അയാൾ വഫാത്താകുന്ന സമയത്തും കളവ് പറഞ്ഞിട്ട് തന്നെയാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ടതിന് ശേഷം ഖാരി ത്വയ്യിബ് സാഹിബ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ അടുത്തുമല്ല ആയിരിക്കില്ല ഇതൊക്കെ മുത്താല ചെയ്തതെന്ന് ചോദിച്ചു. കാരണം തലേ ദിവസം രാത്രി മുത്താല ചെയ്തു വെച്ചതുപോലെയാണ് ഇതൊക്കെ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനിത് ഏകദേശം 26 വർഷം മുമ്പ് ഞാൻ മിസ്റിലെ ഖദീവി മക്തബയിൽ പോയിരുന്നു. അവിടെ വേറൊരാവശ്യത്തിന് പോയ സമയത്ത് ഈ കിതാബ്, ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു കിതാബ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വായിച്ചത് നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാനൊരു കിതാബ് വായിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ കിതാബിലെ ഉള്ളടക്കങ്ങൾ ഓർത്തു വെക്കണമെന്നുള്ള ഉദ്ദേശമില്ലാതെ ഞാനൊരു കിതാബ് വായിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 15 വർഷം എനിക്കത് ഓർമ്മയിരിക്കുമെന്ന് മൗലാന അവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മൗലാനത് പറയാൻ കഴിയും. അത് ഇത്രത്തോളം കഴിവുള്ള മൗലാനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, മൗലാന അവറുകൾ അദ്ദേഹത്തെക്കുറിച്ച് മഹാന്മാരായ ദൈവന്ത്യ ഉലമാക്കൾ പറയുന്നുണ്ട്. ഖാരി ത്വയ്യിബ് സാഹിബ് തന്നെ പറയാണ്, ഒരിക്കലും മൗലാന അവറുകൾ കിതാബ് വായിക്കുമ്പോൾ കിതാബിനെ തൻ്റെ താബ്യ ആക്കുമായിരുന്നില്ല. നമുക്കറിയാം കിതാബിലെ ഹാഷ്യകൾ തിരിച്ചു മറിച്ചൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പം തനിക്ക് വേണ്ടി കിതാബിനെ തിരിക്കൂല. ആ കിതാബ് ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ആ ദിശയിൽ ഞാൻ പോയി ഇരിക്കും എന്ന് മൗലാനയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കിതാബ് വായിക്കുന്ന സമയത്ത് ഒരിക്കലും കിടന്നിട്ടോ അല്ലെങ്കിൽ കിതാബിൽ കൈ കുത്തിയിട്ടോ ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ച നാളു മുതൽ വുളു ഇല്ലാതെ ദീനിയായ ഒരു കിതാബ് ഞാൻ വായിച്ചിട്ടില്ല എന്നൊക്കെ മൗലാന അവറുകൾ മൗലാനയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിതാബ് വായിക്കുന്ന ഒരാളല്ല മൗലാന. മറിച്ച് ഇബാദത്തോ തദ്രീസോ ഇല്ല എങ്കിൽ മൗലാന കിതാബിൽ തന്നെ ആയിരിക്കുമെന്ന് മൗലാനയെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. മൗലാന വീട്ടിലില്ല എങ്കിൽ പിന്നെ ലൈബ്രറിയിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം എഴുതിയവർ പറയുന്നത്. അത്രത്തോളം കിതാബിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇൽമിനോട് ഇത്രത്തോളം അദബ് കാണിച്ചത്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ മഹാന്മാരായ ദൈവന്ത്യ ഉലമാക്കളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ, 3 ഗുണങ്ങൾ അദ്ദേഹം പറഞ്ഞു. 1, തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും സംരക്ഷണം. 2, ജിഹാദ്. 3, അമലുകൾ, ജീവിതത്തിൽ അമലുകൾ നിത്യമാക്കുക, അള്ളാഹുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക. وإن الديوبندي لا يكون ديوبنديا إلا إذا اجتمعت فيه هذه الخصال. ഈ 3 കാര്യങ്ങളില്ലാതെ ആരും ദൈവബന്ധി ആകുകയില്ല എന്ന് മൗലാന അവറുകൾ ദാറുൽ ദൈവത്തിൻ്റെ സദസാല ശതാബ്ദി വാർഷിക ആ പരിപാടിയിൽ പ്രസംഗിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവബന്ധികളാകുക. ദൈവബന്ധി ഉലമായിൻ്റെ ആശയവും ആദർശവും അവരുടെ ചിന്താധാരയൊക്കെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം
അവരുടെ ജീവിതത്തിലെ ഈ ഉന്നതമായ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.